കോഴി മുട്ടയിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനല്ലേ. അപ്പം ചപ്പാത്തി എഗ് റോൾ കഴിക്കാം. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിസ്റ്റൻസൊക്കെ ഉള്ള ഒരു യാത്രയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളുമുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ്. എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. അവിടെയാണ് നമ്മുടെ കൂടെ യാത്രയ്ക്കുള്ള ആൾ വരുന്നത്. എല്ലാവർക്കും സുപരിചിതൻ തന്നെയാണ് ആ ആൾ. ഹായ്, പോവാം പരിപാടികളൊക്കെ. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ആക്ച്വലി ഇതൊരു കണക്ഷനാണോ കണക്റ്റഡാണോ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഞങ്ങളിപ്പം ഇവിടുന്ന് നേരെ ഒരു ലൊക്കേഷൻ, അവിടുന്ന് മറ്റൊരു ലൊക്കേഷൻ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല വീഡിയോയിൽ നമ്മൾ എവിടെയാണ് പോകുന്നതാണ്. അത് നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഇൻഡിഗോയിലാണ് പോകുന്നത്. ഞങ്ങളുടെ ഷാർജ എയർപോർട്ടാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ഞങ്ങളുടെ ബാഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും കഴിക്കണം, പിന്നെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ ബൈ. കഴിക്കാൻ പോവാം. വിശക്കുന്നുണ്ടോ? നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഗൈസ്, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ചില്ലി ചിക്കൻ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. ഒട്ടും വിശപ്പില്ല എന്ന് പറഞ്ഞാൽ അദ്വൈതം കഴിക്കാൻ ഓർഡർ ചെയ്തു. അപ്പോൾ എന്തായാലും അദ്വൈതം ഡിന്നർ ഇടിയപ്പം മുട്ടക്കറി കഴിച്ചിട്ട് സെറ്റായിട്ടിരിക്കുക. പക്ഷേ ഞങ്ങൾ രാവിലെ അവിടെ എത്തുന്നത് ഒരു 11:30 ആയതുകൊണ്ട് 11:30 ആവുന്നതുകൊണ്ട് നമ്മൾ രാത്രി കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റിൽ നമ്മൾ ഫുഡൊന്നും പറഞ്ഞിട്ടില്ല, ബട്ട് ഐ ഗെസ് വീൽ ഓർഡർ സംതിങ്. അത് അപ്പോഴത്തെ മുടി വെച്ച് നോക്കാം. ക്രെഡിറ്റ് കാർഡാണോ എടുക്കുന്നത്? ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ചെക്കിങ് എല്ലാം, ഐ മീൻ എന്താ ഇതിന് പറയുന്നത്, ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 20 മിനിറ്റ്സിൽ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് പോകും. ഇന്നത്തെ ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇന്ന് എവിടെയായിരുന്നു ഫ്ലൈറ്റ്? ഗസീം. എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ ഭയങ്കര ചൂടായിരുന്നു. 45 ഡിഗ്രി സെൽഷ്യസ്. ചൂടിനെ പറ്റി പറഞ്ഞ് ചൂട് സാൻഡ്വിച്ചും കഴിച്ച് ഞങ്ങൾ 2 ചൂട് ചുള്ളന്മാർ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. ഇൻഡിഗോ വിമാനമാണ് ഇത്. എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നിട്ട് സ്വപ്നത്തിൽ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആരോ അദ്വൈതിനെ അടിക്കാമെന്നതാണെന്ന് തോന്നുന്നു. സ്വപ്നത്തിൽ ഏതെങ്കിലും കുട്ടികളുടെ അച്ഛന്മാരും ആരെങ്കിലും അടിക്കാമെന്നാണോ? ഞങ്ങൾ ലക്നൗ എത്തുന്നു. ലാൻഡിങ്. ചെവിയൊക്കെ ഊതി അടയാണ്. രാവിലെ 7-7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ എയർപോർട്ടിലോട്ട് എത്തി. ഇവിടുന്നാണ് നമ്മളുടെ അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റ്. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന പോലെ പറഞ്ഞ നാവെടുത്തില്ല. ഞങ്ങളിപ്പം ലക്നൗ എയർപോർട്ടിലാണ്. ഞങ്ങൾ എത്തിയിരിക്കുന്ന ലക്നൗ ആണ്. നമ്മൾ ലൊക്കേഷൻ പറഞ്ഞത്. ആൾക്കാരൊക്കെ നോക്കുന്നു. അതിനിപ്പോൾ എന്താ, എല്ലാവരും നോക്കിയിട്ട് ഒരു പ്രശ്നമില്ല. നമ്മളുടെ സ്വന്തം ഇന്ത്യ, ഒന്നും പേടിക്കണം. പിന്നെ ലക്നൗവിൽ നമ്മുടെ വകയിലൊരു അളിയനും ഉണ്ട്, അല്ലേ? അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഗോവിന്ദിൻ്റെ അളിയൻ ഇവിടെ. അപ്പോൾ ഇപ്പോൾ പോയി ലഗേജ് കളക്ട് ചെയ്യണം, അടുത്ത ഫ്ലൈറ്റിലിടണം. ഇനിയിപ്പം 9:30 അടുത്ത ഫ്ലൈറ്റ്. അടുത്ത ലൊക്കേഷനെ പറയാം. യെസ്. വിശക്കുന്നുണ്ടോ? അതെപ്പോഴും ഉണ്ടല്ലോ. വിശന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഗൈസ്, അദ്വൈത് ഇറങ്ങുന്ന കൂട്ടത്തിൽ കോക്പിറ്റിൽ കയറി പൈലറ്റിൻ്റെ അടുത്ത് പറഞ്ഞു ലാൻഡ് ചെയ്ത് അത്ര സ്മൂത്തായില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എടുപ്പായില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ ഭയം പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് ടൈം ഇൻ്റർവെൽ ചെറുതായതുകൊണ്ട് നമ്മൾ തന്നെ ഇവിടുന്ന് പെട്ടിയെടുത്ത് അടുത്ത ഫ്ലൈറ്റിന് ചെക്ക് ഇൻ ചെയ്യാൻ കൊടുക്കണം. ഈ പെട്ടി കിട്ടുന്ന വരെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും നമുക്കൊരു ടെൻഷനാണ്. എനിക്ക് പൊതുവെ ആ ഒരു ടെൻഷനുണ്ട്. നിങ്ങൾക്കുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതാണ് ലക്നൗ എയർപോർട്ട്. എന്താണ് ലക്നൗ എയർപോർട്ട് വേണ്ടിയിട്ട് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നുന്നു. ഷാർജ എയർപോർട്ടിനെക്കാട്ടി ഇയാൾ വലിയ ദുബായ്ക്കാരൻ. ദുബായ് അബുദാബി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും പോലൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെക്കിൻ ചെയ്തു, കാര്യങ്ങളൊക്കെ സ്മൂത്തായി. ഇഡ്ഡലി കഴിച്ചാലോ? ഇഡ്ഡലി കഴിച്ചാൽ പ്രശ്നം. ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ വൃത്തികേട് പറയാതെ. എന്താ വൃത്തികേട്? ഇത് ജനിക്കുന്നതിനും മരിക്കുന്നവരും എല്ലാം ചെയ്യുന്നത് തന്നെ. കഴിക്കുന്നതിന് മുന്നേ നീ കഴിക്കുന്നില്ലല്ലോ. നീ വിശക്കുന്നുണ്ട്, ഞാൻ കഴിപ്പിക്കുന്നില്ല.
എനിക്ക് കഴിക്കണം. അപ്പോൾ എന്തായാലും അടിപൊളി എയർപോർട്ട്, കുറേ കാഫേസും കുറേ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. സ്വരോസ്കി സ്വരോസ്കി വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? ഇതിന് ആരുമില്ല. ആരെങ്കിലും വേണ്ടേ? കാല് നീട്ടിയിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. UCBയിൽ 40% ഓഫ് ഉണ്ട്. ഉണ്ടോ? യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെൻറ്റൺ. UCBയിൽ 40% ഓഫ് ഉണ്ട്. അപ്പോൾ പൈസ ഉള്ളവർക്ക് വാങ്ങാം. ലെക്കോസ്റ്റ് ഉണ്ട്, അതായത് ലെക്കോസ്റ്റൊക്കെ ഉണ്ട്. ഡാമില്ലാനോ ഉണ്ട്. ചെറിയ സീനൊന്നും അല്ല. ലെക്കോസ്റ്റിലൊക്കെ 50% ഓഫ് ഉണ്ട്. ഗുഡ്. പിന്നെ ചുരിദാർ കടയുണ്ട്, സാരിക്കടയുണ്ട്, അദാനി ലോഞ്ച്. എൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട്. എനിക്ക് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട്. നിനക്കോ? എനിക്ക് ക്രൂ ID ഉണ്ട്. അത് വെച്ച് അദാനി ലോഞ്ചിലൊന്നും കയറാൻ പറ്റില്ല. കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. ഹാംലീസ്. അത് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല അല്ലേ ഗൈസ്? അപ്പം അങ്ങനെ ലക്നൌവിൽ നിന്ന് നമ്മളിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ചെക്ക് ഇൻ ചെയ്തു. ലക്നൌവിൽ കുറേ കാര്യങ്ങളും അട്രാക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല. അടുത്ത ഫ്ലൈറ്റ് കയറിയിട്ട് നമ്മളുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഫ്ലൈറ്റ് പോയി അവിടെ എത്തിയിട്ട് പറയാം അതെവിടെയാണെന്നുള്ളത്. സീരിയസ് ആയിട്ട് അദ്വൈത് ഇരിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വൈഫൈ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് ബൈ. നമ്മൾ ലക്നൌവിൽ നിന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്ത്, ഇൻഡിഗോ ആണ് ഫ്ലൈറ്റ്. ഇത് തന്നെ. ഇവിടുന്ന് നമ്മൾ റാഞ്ചിയിലോട്ടാണ് പോകുന്നത്. അതെ, നമ്മളുടെ സ്വന്തം മഹേന്ദ്ര സിംഗ് ധോണിയുടെ റാഞ്ചിയിലോട്ട്. വൈ റാഞ്ചി എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഉടനെ കിട്ടും. ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ബാഗ് എടുത്തു, എന്നിട്ട് ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഉടനെ ഒരാളുടെ കോമഡി, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഞങ്ങൾ റൂം എടുത്തിട്ടില്ലായിരുന്നു. നാളെ മറ്റന്നാളത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് വരും എന്നുള്ളത് പിന്നെ പ്ലാൻ ചെയ്തത്. അപ്പോൾ റൂം ഇപ്പം ബ്ലൂംസ് എന്ന് പറഞ്ഞൊരു അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ സിറ്റിക്കകത്ത് കണ്ടു. അപ്പോൾ അത് ബുക്ക് ചെയ്തു. അപ്പം ഇനി നേരെ അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല. 12-14 മണിക്കൂറായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. മോൻ്റെ വയറെന്തായി കാണുമെന്ന്. ദാബ അദ്ദേഹമാണ് അവിടെ ഇരുന്ന് ദാബയുടെ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ദാബ ആർക്കാ വിശപ്പില്ലാത്തത്? പറയുന്നിടത്തൊന്നും എനിക്ക് വിശപ്പേ ഇല്ലെന്ന്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റെങ്ങുമല്ല, റാഞ്ചിയിലാണ്. എന്തിനാണ് റാഞ്ചിയിൽ വന്നതെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഇപ്പോൾ ഇന്ന് നമുക്ക് റാഞ്ചി എക്സ്പ്ലോർ ചെയ്യാം. വൈകിട്ട് ജഗന്നാഥ് മന്ദിറിൽ പോകണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളും കാഴ്ചകളും ഉടനെ തന്നെ കാണിച്ചു തരുന്നതാണ്. വ്ലോഗ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ, കണ്ണിമ ചിമ്മാതെ, മിഴി അടയാതെ നിങ്ങൾ ഇരുന്ന് കാണുക. യെസ്. അപ്പോൾ എന്തായാലും ഇനി ടാക്സി കയറിയിട്ട് ഓക്കെ ബൈ. ഏതാ വണ്ടി? ഒരു വൈറ്റ് ഡിസയർ ടാക്സി. നമ്പർ is 5391. That's our car, man. എന്തായാലും അത് അവൻ ഭാഗ്യത്തിന് സമയത്ത് ചെയ്തു. ടാക്സി വെളിയിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മളിപ്പം 1122 എന്തുവാ അദ്വൈത്? അവൻ ക്യാൻസൽ ചെയ്തോ? അഹങ്കാരി, വിശക്കുന്നു. എന്തായാലും ഇവിടെ മൊത്തം പോലീസ് ജീപ്പുകളും വണ്ടികളും ഒക്കെ. എന്തായാലും ഇനിയും റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് बारिश बंद हो गया। अच्छा, बारिश लगातार 1 मंथ हुआ और बारिश कम हो गया। इधर तो बेस्ट सीजन कौन सा है? बेस्ट सीजन ठंडा है। बारिश पड़ के बंद हुआ ना, लेकिन यहाँ मौसम बहुत बढ़िया है यहाँ का। അദ്ദേഹം എന്തൊക്കെയോ ചോദിക്കുന്നു, ചോദിക്കാനും വേണ്ടി ചോദിക്കുന്നു. एक और बार बताइए। സുലൈമാനി. അപ്പൊ എന്തായാലും क्या पूछा आपने? കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്, हम लोग केरला से। अच्छा, കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് साउथ से जैसा लग नहीं रहा। എന്ത് മറ്റേ ആള് വൻ സീനല്ലേ ഗൈസ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത് പിൻഡുബായി ഞങ്ങളെ കൊണ്ടുവിട്ട് 1122 റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ എന്ന് പറയുന്നത് ഒരു പെട്ടിക്കടയായിരുന്നു. പെട്ടിക്കടയായാലും കുഴപ്പമില്ല, പക്ഷെ വൃത്തി മെനയില്ല. അതുകൊണ്ട് അവിടെ കയറിയില്ല. അടുത്ത വണ്ടി പിടിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്ത ബ്ലൂംസ് ഹോട്ടലിലോട്ട് പോവാണ്. ഫോട്ടോയിലൊക്കെ നല്ലതായിട്ടുണ്ട്. ഇനി
അവിടെ ചെല്ലുമ്പോൾ എന്താന്ന് കണ്ടറിയാം. അതേ സെയിം തന്നെയായിരുന്നു ഇവിടെ 10-11-ലും. പക്ഷെ പിണ്ടുബായി നമ്മളെ പരിചയം. പിണ്ടുബായി പരിചയമൊന്നുമില്ല. ഈ ബായ് 10-11 ഫോട്ടോ നോക്കാതെ 4.8 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അതുണ്ടെന്ന്. അത് എന്ത് മന്ദിറാണ്? അത് കാണിച്ചു കൊടുക്കാം. അതെന്ത് മന്ദിറാണ് ഇത്? ഞാൻ കഴിഞ്ഞ ജഗന്നാഥ് മന്ദിർ സീനാണ് ഗൈസ്. എന്തായാലും ഫേസിൽ ടയേർഡാണെന്നുള്ളത് പ്രകടമായി വ്യക്തമായി നിങ്ങൾക്ക് കാണാം. ടയേർഡാണ് ആക്ച്വലി. കാര്യം ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആയി. അദ്വൈതും ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആയി അല്ലേ അദ്വൈത്? ഒരുപാട് നാളുകളായ ഒരു ഇതുണ്ട്. അപ്പം റാഞ്ചിയുടെ ജോഗ്രഫി, റാഞ്ചിയുടെ കൾച്ചർ, റാഞ്ചിയുടെ ഫുഡ് ക്വിസീൻ ഇതൊന്നും എനിക്കറിയത്തില്ല. കാര്യം മഴ അന്തരീക്ഷമാണെങ്കിലും ഫാർ ബെറ്റർ ദാൻ വാട്ട് വി ഫീൽ ഇൻ ദുബായ്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് തോന്നുന്നു. ബട്ട് യാ, അപ്പം റാഞ്ചിയുടെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഹോട്ടലിൽ ചെന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ ഇന്ന് ഫുഡ് കഴിക്കുക. അതാ സേഫ്. കാര്യം നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിനെ പറ്റി ഒന്നും വലിയ ധാരണയില്ല. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ എല്ലാം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അതിൽ കുറേയൊക്കെ ഫേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. പുതിയ ബായെ കാണിച്ചു കൊടുക്കും. പുതിയ ബായെ കാണിച്ചു തരാം. അപ്പോൾ ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു നാപ്പൊക്കെ എടുത്തിട്ട് ഈവനിങ് നല്ലൊരു ദാബെ പോകാത്ത. അതാണ് നമ്മളുടെ പ്ലാൻ. അവരുടെയും കൂടെ ഒന്ന് ചോദിച്ചിട്ട് ഒരു നല്ല ദാബെ പോകാം. അതാണല്ലേ ജെയ്റ്റ് സ്ക്വയർ. ജെയ്റ്റ് സ്ക്വയർ അടിപൊളി ഹോട്ടലാണ്. എന്താ മോനെ കാണിക്കുന്നേ? ജെയ്റ്റ് സ്ക്വയർ കൊള്ളാല്ലേ? പക്ഷെ സിറ്റി ഇതിപ്പോ സിറ്റിയിലോട്ട് വരും. ജെയ്റ്റ് സ്ക്വയർ അല്ലേ വിളിച്ചു ചോദിച്ചപ്പോൾ സോൾഡ് ഔട്ട് ആയി. നമ്മൾ ബുക്ക് ചെയ്യുന്ന വിളിച്ചു രാവിലെ. ഞാൻ ഇപ്പോൾ വിളിച്ചായിരുന്നു. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ബട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ എന്നിട്ട് വിളിച്ചു, ഞാൻ കെഞ്ചി ഒരു റൂം തരുമോ? ഒരു ഇല്ലാന്ന്. അപ്പം ഇവിടുത്തെ മെടുക്കൻ മേക്ക് മൈ ട്രിപ്പിലെല്ലാം നോക്കി ആടെ ഉണ്ട്, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞെക്കിയിട്ട് പറഞ്ഞു ഒരു പ്രശ്നമുണ്ട്, എന്താ റൂമില്ല. എമറാൾഡ് ഇതുപോലെ. അപ്പം നമ്മളിപ്പോൾ കണ്ടതിൽ ഒരു നല്ല നാളത്തേക്കും മറ്റന്നാളത്തേക്കും വേറെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ പൈസ പ്രീപെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം നോക്കിയിട്ട് ഈ ഹോട്ടൽ കൊള്ളാമെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ നല്ല ഓപ്ഷൻസ് ഞങ്ങൾ വന്ന ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഉദ്ദേശത്തോട്ട് എത്തുന്ന അടുത്തുള്ള ലൊക്കേഷൻ കിട്ടിയ അത്രയും കൺവീനിയൻ്റ് ആണ് ഞങ്ങൾക്ക്. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ഇനി ഹോട്ടലിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഫുള്ള് എനിക്കൊരു ട്രിവാൻഡ്രം ഫീലാണ് ഫീൽ ചെയ്യുന്നത്. അദ്വൈതിന് ഒരു പോർഷൻ അല്ലേ? ഒരു പോർഷൻ ഫീൽ ചെയ്യുന്നു. കാര്യം നമുക്കൊരു പുതിയ സ്ഥലത്തോട്ട് വരുന്നൊരു ഫീലിംഗ് ഇല്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് പുതിയ ബയ്യ. പുള്ളിക്കാരൻ പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് പോവാണ്. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പൊട്ടക്കുഴിയുടെ ഒരു ലുക്ക് ഇല്ലേ? പൊട്ട. അങ്ങനെ ഞങ്ങൾ ഹോട്ടലെത്തി. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടൽ. നമുക്കിവിടെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അധികം സൗകര്യമൊന്നും വേണ്ടെങ്കിലും നല്ല വൃത്തിയും എടുപ്പും വേണം. അതുണ്ട്, നമുക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. ബ്ലൂംസ് ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പലയിടത്തും ഇവർക്ക് ഹോട്ടൽസ് ഉണ്ട്. ഇതെന്തായാലും റാഞ്ചിയിൽ സിറ്റിക്കകത്ത് തന്നെയാണ് കേട്ടോ. ഹായ് ഗായ്സ്, റൂമിലെത്തി. റൂം ആക്ച്വലി നല്ലതാണ്. AC ഇടുമോ അദ്വൈത്? റൂം ആക്ച്വലി നന്നായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല ക്ലീനാണ്. ഇവിടെ ഈ ക്ലീനായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ നല്ല ടാസ്ക്കാണ്. ക്ലീനാണ്, എന്നാൽ ഈ പറയുന്ന പോലെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, കൊള്ളാം ഗൈസ്. അത്യാവശ്യം നല്ല റൂംസാണ്. ഒരു 30-35 റൂംസ് ഉണ്ടെന്ന് അവർ പറഞ്ഞത്. കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. നമുക്ക് മെയിനായിട്ട് അതാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് തിരിച്ചു വരാം. ഫുഡും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഉറങ്ങി കഴിഞ്ഞാൽ ഇനിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. കാര്യം നല്ല ഉറക്കം വരുന്നുണ്ട്. ഒരു 2 hours ഉറങ്ങിയിട്ടുള്ളൂ. യെസ് അദ്വൈത്, ജസ്റ്റ് ചാറ്റ്. അദ്വൈത് വേണ്ട അല്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോർത്ത് ഇന്ത്യൻ കുസീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് മുർഗ് ടിക്ക മസാലയും പിന്നെ നല്ല ബട്ടർ നാനുമാണ് പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ബ്രെഡ് ഓംലെറ്റും കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, ആവേശം കാരണമേ. നമസ്കാരം ഗൈസ്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാനും അദ്വൈതും കൂടെ, അദ്വൈത് ഹായ്, ഞങ്ങൾ എഴുന്നേറ്റ് സമയം നോക്കാൻ നേരം സമയം 8:45-9 മണിയായി.
അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങും. അപ്പോൾ ഇവിടുത്തെ റാഞ്ചിയിലെ മസ്റ്റ് വിസിറ്റ് സ്പോട്സ് റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണ് ഞങ്ങൾ നോക്കാൻ നേരം എല്ലാം 1 to 2 കിലോമീറ്റർ റേഡിയസിലുണ്ട്. പക്ഷേ എല്ലാം 10:30 ആകുമ്പോൾ അടയ്ക്കും. ഇപ്പോൾ 9:50 ആവാറായി. അപ്പോൾ എന്താ പരിപാടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. ബാക്കി കാര്യങ്ങളും കാഴ്ചകളും പുറകെ കാണിച്ചു തരാം. കുളിച്ച് കുട്ടപ്പനായി മുടുക്കന്മാരായി ഞങ്ങൾ. കണ്ടില്ലേ, ഞാൻ മുടുക്കൻ, സെക്കൻഡ് മുടുക്കൻ. അപ്പോൾ അവൻ അവിടെ ഓല ഊബർ ബുക്ക് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ഒന്ന് നവരത്ന, 2 ചോപ്സ്റ്റിക്സ്. നമുക്ക് രണ്ടോടം വിളിച്ചു. നവരത്ന അല്ല, ഫസ്റ്റ് വൺ ഏതായിരുന്നു ഞാൻ പറഞ്ഞത്? നവരത്ന, കാവേരിയ. നവരത്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പം ഇത് രണ്ടും നോക്കിയിട്ട് നമുക്ക് രണ്ടിടത്തും വേണേൽ വിളിച്ചു നോക്കാം. കാര്യം ഒന്ന് 10:15 അടയ്ക്കും. കാര്യം അടയ്ക്കുന്നതിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചമ്മി പോവും. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം ബൈ. 10 ബജെ മറ്റേ ക്ലോസ് ആകുമെന്നാണ് പുള്ളി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോവാണ്. നമ്മുടെ ഊബർ ഓട്ടോ വന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ചെറിയ മഴച്ചാറ്റലുണ്ട്. റാഞ്ചി നമുക്ക് വേണ്ടപ്പെട്ട തന്നെയല്ലേ അത്? ഇത് റാഞ്ചി മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്ഥലമല്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ഒരു എന്താ അല്ലേ? പക്ഷെ ഞാൻ കാര്യം മനസ്സിലാക്കിയത് 9:45 ഇപ്പം എല്ലാം അടച്ചു കേട്ടോ. ഇവിടെ റോട്ടിൽ വണ്ടി പോലും ഇല്ല. ഇതോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സമയം 9:45 ആയതേ ഉള്ളൂ. എല്ലാം അടച്ചു, ഒന്നുമില്ല. ഈ റോഡ് ഇവിടെ വണ്ടി പോലും ഇല്ല. വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് കുറച്ച് ഔട്ട്സ്കേർട്ട്സാണ്. കാര്യം IIM എനിക്ക് തോന്നുന്നില്ല സിറ്റിക്കകത്താണ്. പക്ഷെ ഇതിൻ്റെ ജിയോഗ്രഫി ഒന്ന് പഠിക്കണം. ഇന്ന് രാത്രി എന്തായാലും അത് നമുക്കൊന്ന് പഠിക്കാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി ആലോചിക്കും വെദർ വി ഷുഡ് കണ്ടിന്യൂ സ്റ്റേയിങ് ഇൻ ദിസ് ഹോട്ടൽ ഓർ നോട്ട്. ബിക്കോസ് ദ തിങ് ഈസ് വി ആർ ഹാവിങ് ഒരു പരിപാടി ടുമോറോ. അപ്പോൾ ആ പരിപാടി കഴിയുമ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്യണം. അപ്പം ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ അത് ഇവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകണം, അല്ലെങ്കിൽ നമ്മൾ വേറെ റെസ്റ്റോറൻറ്റ് ഇതും കൊണ്ട് പോകുന്ന സ്ഥലത്ത് പോകുന്ന പ്രശ്നമാണ്. അപ്പം ആ പ്ലാൻ ചെയ്യാം. എന്തായാലും ഇപ്പം ഫസ്റ്റ് തിങ് ഫസ്റ്റ് കാവേരി അല്ലേ അദ്വൈത്? കുളിയൊക്കെ കഴിഞ്ഞ് ഫ്ലാഷ് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഞാനും അദ്വൈതും കൂടെ ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോയിൽ കയറിയ കാലം മറന്നു ആക്ച്വലി. കാര്യം നാട്ടിലല്ല, ഇപ്പം ദുബായിലായതുകൊണ്ട് ദുബായിൽ ഓട്ടോ വേണമല്ലേ ആക്ച്വലി. പക്ഷെ ഇത് നല്ല സുഖമല്ലേ, നല്ല ഫീല്, ഫ്രഷ് ആയിട്ടല്ലേ. ഇനിയും ചെന്ന് കാവേരി പോയി നല്ല ഫുഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കുശാലായി, ഗെയിമായി അല്ലേ അദ്വൈത്? നല്ല വിശപ്പെട്ടു. അപ്പോൾ എന്തായാലും മഴയുണ്ട്, നല്ല ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കൂൾ മൂടാണല്ലേ? അതെ അതെ. അത് മാത്രമല്ല ഈ ഒരു തണുത്ത ക്ലൈമറ്റിന് ഒരു 30 അല്ലെങ്കിൽ ഒരു 60 ml ചൂടുവെള്ളം കുടിച്ച് കിടക്കണം അല്ലേ? അപ്പൊ ഇനി കാവേരി ഗൈസ്. ഇപ്പൊ മെയിൻ റോഡിലോട്ട് ആ ഭാഗത്തോട്ട് ഇറങ്ങിയാൽ നേരം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഈ റോഡിലൊക്കെ തിരക്കുണ്ട്. പക്ഷെ നല്ല സുഖം, നല്ല ക്ലൈമറ്റ്. അത് കാണില്ലേ, എല്ലാം കടകളൊക്കെ അടച്ചോണ്ടേ. ഇവിടെ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ട്. അതാണ് നമ്മളുടെ കാവേരി റെസ്റ്റോറൻറ്റ്. 10 മണിയായി. റെസ്റ്റോറൻറ്റ് ഉണ്ടോ, കഴിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. 10 മണിക്ക് മുമ്പ് വരാനാണ് പറഞ്ഞത്. നോക്കാം. ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ കാവേരി റെസ്റ്റോറൻറ്റിലെത്തി. ഭയങ്കര തിരക്ക്. ലൈക്ക് ഈ 2 സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം ഫില്ല്. വെളിയിൽ മൊത്തം തിരക്ക്, വെളിയിൽ മൊത്തം ആൾക്കാർ ക്യൂ നിൽക്കുന്നു. ഇത്രയും ഇത് വെജ് റെസ്റ്റോറൻ്റ് ആണ്, അതാണ് അതിൻ്റെ കോമഡി. എന്നിട്ട് ഭയങ്കര തിരക്ക്. എന്താ മെനുവിലുള്ളത് നോക്കാം, എന്നിട്ട് ഓർഡർ ചെയ്യാം. പിന്നെ ബട്ടർ നാൻ അങ്ങ് ഹെൽത്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഗൈസ് ഫുഡ് ഓർഡർ ചെയ്തു. ഇവിടുത്തെ മെനു കണ്ടിട്ട് എന്ത് ഓർഡർ ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. അത്രയും ഐറ്റംസ്. അപ്പം ഫുൾ നോർത്ത് ഇന്ത്യനാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ബട്ടർ നാനും പനീർ ചില്ലി ഓർഡർ ചെയ്തു. ഞാൻ എവിടെയോ കണ്ടു ഇവിടുത്തെ പനീർ ചില്ലി രക്ഷയില്ല. അപ്പോൾ എന്തായാലും കണ്ടത് സത്യമാണോ എന്നറിയാൻ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു നീക്കുപോക്ക്. അദ്വൈത് വിശക്കുന്നുണ്ടോ? അതാ ഈ ബട്ടർ നാൻ 3 എണ്ണം വലിയ ബട്ടർ നാൻ ആവാൻ ചാൻസ് ഉണ്ട്. വിളിച്ചിട്ട് പറയണോ രണ്ടാക്കെ? നീ പോയിട്ട് വന്നിട്ട് ഞാൻ കഴിയും.
കൈ കഴുകാൻ പോകുന്നവരൊരു കാര്യം മനസ്സിലായത്, ഇവിടെ എങ്ങനെയാണോ തിരക്ക് അതേപോലെ തന്നെ അപ്പുറത്ത് വേറൊരു റൂമും ഉണ്ട്, ഇതിൻ്റെ ഒരു റെപ്ലിക്ക പോലെ. ഭയങ്കര തിരക്കാണ് അവിടെ. അയ്യോ, ഗൈസ് ഫുഡ് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ചൈനീസ് കറി ആണ്. നോർത്ത് ഇന്ത്യയിൽ വന്ന് ചൈനീസ് കറി കഴിച്ചാൽ കൊള്ളായിരിക്കും എന്നുള്ള സൗണ്ട് ഇതുണ്ടായിരുന്നു. ബട്ട് ഒരു ഇന്ത്യനൈസ്ഡ് വേർഷൻ ആണല്ലേ, ഭയങ്കര ടേസ്റ്റ്. കിഡു 10 on 10. ഭയങ്കര ടേസ്റ്റ് അല്ലേ, അടിപൊളി അടിപൊളി. അദ്ദേഹം 1.5 വയസ്സിൽ ചേർക്കേണ്ടി വരാന്നൊരു ഇതായിരുന്നു കഴിച്ചത്. ഇവിടെയാ ജനിച്ചത്. ഇത് പനീറാണ് കേട്ടോ, നല്ല പനീർ. നന്ദി നന്ദി നന്ദി. അദ്വൈത്, നിന്നെ ഞാൻ രോഗിയാക്കൂടാ. വലിയ രോഗി. നീ എന്തുണ്ടെങ്കിലും ഡെസേർട്ടിന് ഒരു പഞ്ഞുണ്ട്. യെസ്, നല്ല തിളച്ചിരിക്കുന്നു. ഞാൻ ഒന്ന് കഴിച്ചു, റിയാക്ഷൻ വന്നു നാച്ചുറലി. ഇനി ആ നാച്ചുറൽ വരുമെന്ന് അറിയത്തില്ല, എന്നാൽ നോക്കാം. ഭയങ്കര ടേസ്റ്റ്. റാഞ്ചിയിലെ ബ്യൂട്ടി എൻജോയ് ചെയ്യുന്ന 2 യുവാക്കൾ അല്ലേ? ഞങ്ങൾ റാഞ്ചിയിൽ വന്നതിന് 1-2 ഉദ്ദേശമുണ്ട്. പ്രധാന ഉദ്ദേശം നാളെ പറയാം. അതിലെ പ്രധാന മറ്റൊരു ഉദ്ദേശമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്, ഭക്ഷണം. ഇവിടെ റാഞ്ചിയിൽ ഇന്ന പെർട്ടിക്കുലർ കടകളുണ്ട്, ഓരോ ഡിഷിന് ഫേമസ് ആയിട്ടുള്ള പെർട്ടിക്കുലർ കടകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിച്ച് നമ്മൾ ഒരു ചെറിയ സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ കടകളിൽ പോകുന്നത്. ഫുഡ് ബ്ലോഗിങ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാം, അതല്ല അതാ ഒരു ലൈഫ് സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാം. ഞങ്ങൾക്ക് ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കടകളൊക്കെ അടച്ച് 10:30 ഇവിടെ ആ ഒരു റോഡ് മൊത്തം ഇഷ്ടം പോലെ ഷോപ്സും ഈ പറയുന്ന ബ്രാൻഡഡ് കടകളെല്ലാം കണ്ടു. എല്ലാം 50% ഓഫ്, buy 1 get 2 free, അങ്ങനത്തെ കുറേ ഇത് കണ്ടു, ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എന്താണ് അതിനകത്തുള്ളതെന്നുള്ളത് നമുക്ക് നോക്കണം. പിന്നെ റാഞ്ചിയിൽ എന്താണ്, റാഞ്ചിയിൽ നിന്ന് ഒരു ഫേമസ് ആയിട്ടുള്ള റാഞ്ചിയുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കണം. വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്, നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളത്തെ പരിപാടി അതെ, അത് കഴിഞ്ഞിട്ട് നോക്കാം. നാളെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ബാക്കി സൈറ്റ് സീയിങ് പരിപാടിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് ആണ്. അദ്വൈതിന് 1-2 ഫ്ലൈയിങ് ഉണ്ടായിരുന്നു, അത് അദ്വൈതിന് ഹോൾഡ് ചെയ്തു. അപ്പോൾ 2-3 ദിവസം എന്തായാലും നമുക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാം. പൈസ ഉണ്ടാക്കുന്നതിൽ ഉപരി എനിക്ക് പൊതുവേ ഈ ട്രാവലിങ്ങിനോടൊന്നും പണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, എവിടെയെങ്കിലും പോവാം. പിന്നെ ഈ ദേവ പറഞ്ഞും എൻ്റെ അച്ഛനൊക്കെ നോർത്ത് ഇന്ത്യ അങ്ങനത്തെ ട്രിപ്പ് പോകാനും പുറത്ത് പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല ഒന്നിനോട്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, നമ്മൾ പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ ആൾക്കാരോട് സംസാരിക്കുക, പുതിയ അവിടുത്തെ ഭക്ഷണം കഴിക്കുക, അവിടുത്തെ രീതികൾ മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മളെ കുറച്ചും കൂടെ നമ്മളുടെ ക്യാരക്ടറിനെ തന്നെ ഡെവലപ്പ് ചെയ്യാനും മോൾഡ് ചെയ്യാനും സഹായിക്കും. നിൻ്റെ സജഷൻ എന്താണ്? എനിക്ക് ഉറപ്പായിട്ട് തന്നെ പറയാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ആയാലും ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ്. അതെ, നമ്മളിപ്പോൾ എപ്പോഴും ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അതൊരു മീഡിയോക്കർ ലൈഫ്. പക്ഷെ നമ്മൾ ഒന്ന് ട്രാവലൊക്കെ ചെയ്ത് എൻജോയ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഒന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ ഈ വ്ളോഗ് Day 1 ഓഫ് റാഞ്ചി, ലക്നൗ റാഞ്ചി എന്ന് പറയുന്നത് നമ്മൾ വ്ളോഗായിട്ട് ഫസ്റ്റ് ഡേ ആയിട്ട് ഇടാം. അപ്പോൾ അത് നാളത്തേക്ക് നമുക്ക് എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. 1 by 1 ആയിട്ട് നമുക്കിടാം. അതായിരിക്കും അതിൻ്റെ ബ്യൂട്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും തിരിച്ച് ഓട്ടോ പിടിച്ച് പോട്ടെ. അപ്പം ഇന്നത്തെ വ്ളോഗിന് വിടാം. ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, അഡിയോസ്, ബൈ. ഞങ്ങളിപ്പോൾ ഇവിടെ ഹോട്ടലിലെ റിസപ്ഷനിലെത്തി. ഇവിടെ ഇങ്ങനെ മത്തി അയിലൊക്കെ പെറുക്കിയിട്ട പോലെ അടുക്കി കിടക്കുകയാണ്. ഇപ്പോൾ എന്തായാലും റൂമിലോട്ട് പോകും. രാത്രി കുറച്ച് സൂര്യാംശൂരുവയിൽ പൂവിലും, പക്ഷേ മോഹൻലാലിൻ്റെയും ശോഭനയുടെയും പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഫേവററ്റാണ്. പണ്ട് അച്ഛനിതൊക്കെ കാണുമ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറയും എന്ത് സിനിമയാണ്. പക്ഷേയൊക്കെ ഒരു സിനിമയാണ് എന്ന് മനസ്സിലാക്കി ഞാൻ 10 കൊല്ലമൊക്കെ ആയി. ഞാൻ ഭയങ്കര ഓൾഡ് സ്കൂളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. വിൻറ്റേജ്, ഓൾഡ് സ്കൂൾ എന്നൊക്കെ, വിൻറ്റേജ് എന്നൊക്കെ പറയുന്ന ഒരു പുതിയ പദപ്രയോഗമാണ്. ഓൾഡ് സ്കൂളാണ് ഭയങ്കര എല്ലാ കാര്യങ്ങൾക്കും, സിനിമകളുടെ കാര്യത്തിലും മനുഷ്യന്മാരുടെ കാര്യത്തിലും എല്ലാവരും ഓൾഡ് സ്കൂൾ ചിന്താഗതിയാണ്. അതുകൊണ്ടായിരിക്കും എനിക്കൊന്നും അധികം കൂട്ടുകാരൊന്നും ഇല്ലാത്തത്, അല്ലേ അദ്വൈത്?
ഉള്ളവരൊക്കെ വളരെ ചെറുതാണ്. വെളിയിൽ നോക്കുമ്പോൾ എല്ലാവരും ഇഷ്ടം പോലെ ആദ്യം എല്ലാവരും അറിയാത്തത്. ബട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ്. കാര്യം നമ്മൾ കോമൺ ഇൻട്രസ്റ്റും എന്താ പറയുക, വീട്, ഭയം, ഭക്തി, ബഹുമാനം, ഇതൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ്. അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ കുറേ സംസാരിക്കേണ്ടി വരും. യെസ്. അപ്പോൾ എന്തായാലും പുതിയൊരു വ്ലോഗുമായിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ പോയി പക്ഷേ കാണട്ടെ. ബൈ, നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നം ഒക്കെ നടക്കും. മഴയുടെ ഏകാന്ത സൗഗീതമാ